بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് യാസീൻ 41 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ് പുതിയതായി നമ്മൾ ഇന്ന് പാഠമായി പാരായണം ചെയ്യുന്നത്. പേജ് നമ്പർ 443 443. ഈ ആയത്തുകളിൽ പ്രധാനമായി അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. വആയതുൽ ലഹും അല്ലേ, എല്ലാ ആയത്തുകളിലും ഇസ്തിഫാലിൻ്റെ എല്ലാ പദങ്ങളിലും ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ് തർക്കീഖ് ചെയ്ത് ഓതുക. വആയത്തുൻ തൻവീനിനെ പൂർണ്ണമായും ശേഷമുള്ള ലാമിൽ ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗൈരി ഗുന്ന. വആയതുൽ ലഹും, ലഹും എന്നതിലെ സക്കിന മീം ഇൽഹാർ ഷഫവി മണിച്ച് പോകരുത്, മണിക്കാതെ വെളിവാക്കുക. ലഹും അന്നാ ഹമൽനാ ദുർരിയ്യതഹും. അന്ന നൂൻ മുശദ്ദദ, ശദ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. ഹമൽന ലാമിൻ്റെ സുക്കൂൻ വെളിവാവണം. നൂനിന് മുമ്പിൽ ഹമന്ന എന്നായി പോരുത്, ഹമൽന. ലാമുൽ ഫിഅൽ എന്നാണ് സാങ്കേതികമായി തജ്വീദിൽ അതിന് പേര് കൊടുത്തത്. സുക്കൂനുള്ള ലാമുകളിൽ ഇൽഹാർ ചെയ്യേണ്ട ഒരു ലാമാണത്. ذُرِّيَّتَهُمْ فِي الْفُلْكِ الْمَشْحُونِ. ذُرِّيَّتَهُمْ ദാല് വ്യക്തമാക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ മഖ്റജിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കുക. സാക്കിന മീം പദത്തിൻ്റെ അന്ത്യത്തിലുണ്ട്, അത് ഇൽഹാർ ചെയ്യുകയാണ് വേണ്ടത്. ഫഇന് മുമ്പിൽ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. ذُرِّيَّتَهُمْ فِي الْفُلْكِ الْمَشْحُونِ. എല്ലാ അക്ഷരവും അതിൻ്റെ മഖ്റജിൽ നിന്ന് കൃത്യമായി ഉച്ചരിക്കുക. മഷ്ഹൂൻ ഹ വ്യക്തമാക്കി ശ്രദ്ധിച്ചുകൊണ്ട് തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഉച്ചരിക്കുക. സൂചിപ്പിച്ച പോലെ ഈ വചനത്തിൽ എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെതാണ്, തർക്കീഖ് ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. ഒന്നുപോലും തഫ്ഖീം ചെയ്ത് ഓതേണ്ടതില്ല. വഖലഖനാ ലഹും, വഖലഖ ഖാഇനും ഖാഫിനും തഫ്ഖീമുണ്ട്. ഖാഫ് സാക്കിനാണ്, ഖൽഖല സുഗ്റ നൽകുകയും വേണം. അപ്പോൾ വഖലഖനാ ലഹും, ലഹും എന്നതിലെ സാക്കിന മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം മിസ്ലൈനി സഗീർ. ലഹും മിൻ മിസ്ലിഹി, മിൻ എന്നതിലെ സാക്കിന നൂനിനെ പൂർണ്ണമായും മീമിൽ ലയിപ്പിച്ച് ഇദ്ഗാം ബിഗുന്ന കാമിൽ ചെയ്ത് മണിക്കുക. നൂനിൻ്റെ ഉച്ചാരണം ഉണ്ടാവുകയില്ല, മീം മാത്രമാണ് മണിച്ചോതേണ്ടത്. മിൻ മിസ്ലിഹി മാ യർകബൂൻ. റാഇനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ച് ഓതുക. റാ മാ യർകബൂൻ. وإن نشأ نغرقهم. وإن نشأ നൂനിനെ നൂനിൽ ഇദ്ഗാം ചെയ്യുക, ഇദ്ഗാം ബിഗുന്ന കാമിൽ. وإن نشأ نغرقهم. ഗൈൻ പൂർണ്ണമായി ഇദ്ഗാം ഇത് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ് ഗൈന്. റിഖ്വായ അക്ഷരം കൂടിയാണ്, ലൂസാക്കി പറയണം. നുഗ്രിഖുഹും. ഖാഫിന് ഖൽഖല സുഗ്റ കൊടുക്കുക, തഫ്ഖീം ചെയ്യുക. നുഗ്രിഖുഹും ഫല സാക്കിന മീം ഇൽഹാർ ഷഫവി. ഫായിന് മുമ്പിൽ സൂക്ഷ്മത വേണം.
نغرقهم فلا صريخ لهم صريخ صائن صادن خائن صادن خائن തഫ്ഖീം പൂർണ്ണമായി നൽകുക, തടിപ്പിച്ച് പറയുക. ലഹും വലഹും യുൻഖദൂൻ. ലഹും വല സാക്കിന മീം വീണ്ടും ഇൽഹാർ ഷഫവി, ശേഷം വാബു വന്നിട്ടുണ്ട്, സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. വലഹും യുൻഖദൂൻ അവിടെയും ഇൽഹാർ ഷഫവി. യുൻഖദൂൻ സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിച്ചോദനം. ഖാഫിന് മുമ്പിൽ തഫ്ഖീമോട് കൂടിയാണ് മണിക്കേണ്ടത്. യുൻഖദൂൻ ഇല്ലാ റഹ്മതൻ മിന്നാ. റഹ്മതൻ തൻവീനിനെ മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്നഹ് കാമിൽ. മിന്ന ഷദ്ദ് നൽകപ്പെട്ട നൂനിനെ മണിക്കുക. വമതാഅൻ ഇല അവിടെ തൻവീൻ ഇൽഹാർ ഹൽഖിയാണ്, ശേഷം ഹംസ ആണ് ഉള്ളത്. മതാഅൻ ഇല ഹീൻ ഹാ വ്യക്തമാക്കണം. അതുപോലെ ഐനും ഒക്കെ വ്യക്തമാക്കി അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. وَإِذَا قِيلَ لَهُمُ اتَّقُوا مَا بَيْنَ أَيْدِيكُمْ وَإِذَا قِيلَ ഖാഫിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. ലഹുമുത്തഖൂ അവിടെയും ഖാഫിനെ തഫ്ഖീം ചെയ്യണം. തഫ്ഖീം നിസ്ബി, അതിലേറ്റവും കുറഞ്ഞ തഫ്ഖീമാണ് കസ്റ വരുമ്പോൾ. വഇദാ ഖീല ലഹുമുത്തഖൂ ഇവിടെ ദമ്മായതുകൊണ്ട് തഫ്ഖീം കൊടുക്കുക ആനുപാതികമായി. മാ ബൈന ഐദീകും വമാ ഖൽഫകും. ഐദീകും വമാ സാക്കിന മീം ഇൽഹാർ ഷഫവി, വാവിന് മുമ്പിൽ സൂക്ഷ്മതയോടെ. ഖൽഫക്കും ലഅല്ലക്കും അവിടെയൊക്കെയും ഇൽഹാർ ഷഫവിയാണ്, സാക്കിന മീമിനെ മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. ഖൽഫക്കും എന്ന് പറയുമ്പോൾ ഖാഇന് തഫ്ഖീം കൊടുക്കുക. വമാ ഖൽഫക്കും ലഅല്ലക്കും തുർഹമൂൻ. റായിനെ തഫ്ഖീം ചെയ്യണം, റഖാവത്തോടെ ഉച്ചരിക്കണം. തുർഹമൂൻ ഹ അതിൻ്റെ മഖ്റജിൽ നിന്ന് വ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ബാറകല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون